ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് നമ്മൾക്ക് ഇമേജിൻ്റെ സൈസ് കുറക്കാം, അതേപോലെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, അതേപോലെ അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും ഒക്കെ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ചില ഗവൺമെൻറ് സൈറ്റ്സിലൊക്കെ നമ്മൾക്ക് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവർ പറയുന്ന ഫോർമാറ്റും അതേപോലെ ഫയൽ സൈസും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഫോണിലൊക്കെ നമ്മളൊരു സ്ക്രീൻഷോട്ടോ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് നല്ല എം ബികളൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷേ ചിലപ്പോൾ അത് ചെറിയ എം ബികൾ മാത്രം ഗവൺമെൻറ് സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമുക്കതൊരു ഈസി ആയിട്ട് നമുക്കത് റെഡിയാക്കി എടുക്കുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടി നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക, ഫോണിലാണെങ്കിലും പി സിയിലാണെങ്കിലും ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് സെർച്ച് ബാറിൽ ഇമേജ് റീസൈസർ എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് സൈറ്റ് വരും. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ഫസ്റ്റായിട്ട് imageresaser.com എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈറ്റ് കാണാൻ പറ്റും. ഈ ഒരു സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഈ ഒരു സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ഇമേജ് എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് കാണാൻ പറ്റും. ആ ഒരു സെലക്ട് ഇമേജ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബോക്സ് നിങ്ങൾ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഡിവൈസിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫയൽ നിങ്ങൾക്ക് റീസൈസ് ചെയ്യേണ്ട ഫയലൊന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മേലെ സൈഡിലായിട്ട് റീസൈസ് സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് വിഡ്ത്ത് ഹൈറ്റൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ആ ഒരു ലോക്ക് ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടിക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈറ്റും വിഡ്ത്തും നിങ്ങൾക്ക് മാനേജ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പോർട്ട് സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് സേവ് ഇമേജ് ആസ് ഒറിജിനൽ എന്നായിരിക്കും. ആ ഒരു ഒറിജിനൽ മാറ്റിയിട്ട് നിങ്ങൾക്ക് JPG അല്ലെങ്കിൽ PNG അല്ലെങ്കിൽ WebP എന്ന് പറഞ്ഞിട്ട് ഒരു 3 ഫോർമാറ്റുകൾ നിങ്ങൾക്ക് വേണ്ട ഫോർമാറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ JPG സെലക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് മേലെയായിട്ടൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാകും ടാർഗറ്റ് ഫയൽ സൈസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 2 MB ഒക്കെ നിങ്ങൾക്ക് ഫയലിൻ്റെ സൈസ് പാടുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ KB MB എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ എടുക്കുന്ന 2 KBയുടെ ഫയലാണ്. അപ്പോൾ ഞാൻ 2 എന്ന് അടിച്ചു കൊടുത്തിട്ട് KB എന്ന് സെലക്ട് ചെയ്തിട്ട് റീസൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബട്ടൺ പ്രസ് ചെയ്തു. റീസൈസ് എന്ന് പ്രസ് ചെയ്തപ്പോൾ പ്രോസസ്സിംഗ് എന്ന് വന്നിട്ട് നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഈ ഒരു നമ്മുടെ ഇമേജ് റീസൈസായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കൊരു അടിയിൽ കാണുന്നുണ്ടാകും ഒറിജിനൽ എത്ര MB ആയിരുന്നു, അതേപോലെ എത്ര സൈസൊക്കെ എല്ലാം ഇവിടെ കാണുന്നത്, ഹൈറ്റും വിഡ്ത്തും ഒക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ എന്നിട്ട് നിങ്ങൾ റീസൈസ് ചെയ്തതിന് ശേഷമുള്ള ഹൈറ്റും വിഡ്ത്തും സൈസും ഒക്കെ ഇവിടെ അപ്പുറത്തും കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കിവിടെ ഡൗൺലോഡ് ഇമേജ് എന്നുള്ള ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇമേജ് ഡൗൺലോഡ് ആവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട സ്ഥലത്തൊക്കെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഉദ്ദേശിച്ച സൈസിൽ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ എത്രയുള്ള അവിടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതുപോലത്തെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓൾ ഇട്ട് വെക്കുക. അപ്പോൾ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ഗൈസ്.